വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നാടകവും വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച പരിവർത്തനങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നാടകവും വ്യക്തിജീവിതത്തിൽ സംഭവിച്ച പരിവർത്തനങ്ങളും. 1944 കാലഘട്ടം സ്വാതന്ത്ര്യദാഹത്തോടൊപ്പം ദാരിദ്ര്യത്തിൽ നിന്നും ജന്മിത്വത്തിൽ നിന്നുമെല്ലാം മോചനം നേടാൻ സമൂഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത കാലഘട്ടമായിരുന്നു. പാശ്ചാത്യ ആധുനികതയുടെ ഭാഗമായി പലതരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്കും കലാകാരന്മാരിലേക്കും കടന്നുവന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. നാടകം വ്യക്തിയെ, സമൂഹത്തെ വളരെ പെട്ടെന്ന് ആകർഷിക്കുകയും പരിവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന കലാരൂപമാണ്. എക്സ്പ്രഷനിസ്റ്റ് നാടകമായ സമത്വവാദി പാശ്ചാത്യ ദേശത്ത് നിന്നുള്ള സ്വാധീന ഫലമായുണ്ടായതാണ്. ജന്മിത്വത്തിനും പ്രഭുത്വത്തിനുമെതിരെയുള്ള സമൂഹത്തിൻ്റെ വിപ്ലവ ആശയങ്ങൾ തന്നെയാണ് ഈ നാടകത്തിൽ കാണുന്നത്. സ്വാതന്ത്ര്യാനന്തരം വ്യക്തി ഭരണഘടനാപരമായ ഒരു പരിരക്ഷയിലേക്ക് മാറ്റപ്പെടുകയും അക്കാലം അത്രയും തന്നെ വേട്ടയാടിയിരുന്ന സമൂഹത്തിൻ്റെ നാടുവാഴിത്ത മത ജാതി നിയമങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഭരണകൂടം തന്നെ നിയമങ്ങളെ അട്ടിമറിക്കുകയും നിരപരാധികളെ പ്രതികളാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു വരുന്ന ആധുനിക സമൂഹം എങ്ങനെ മനുഷ്യജീവിതത്തെ പ്രശ്നത്തിലാക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം ക്രൈം നാടകത്തിലും സമത്വവാദിയിലുമെല്ലാം നമുക്ക് കാണാനാകുന്നു. ലോക നാടകാചാര്യന്മാരുടെ സ്വാധീനങ്ങൾ. ലോക നാടകാചാര്യന്മാരുടെ സ്വാധീനങ്ങൾ മലയാള നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇബ്സന്റെ ഡോൾ ഹൗസും ബെർണാഡ് ഷായുടെ സീസറും ക്ലിയോപാട്രയും, ആന്റൺ ചെഖോവിൻ്റെ ചെറി ഓർച്ചേർഡ്സ്, സിഞ്ചിൻ്റെ പ്ലേ ബോയ് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്സ്, പിരാൻഡലോയുടെ 6 ക്യാരക്ടേഴ്സ് സെർച്ച് ഫോർ ആൻ ഓതർ, എലീറ്റിൻ്റെ മർഡർ ഇൻ ദി കത്തീഡ്രൽ, ബൃഹത്തിൻ്റെ മദർ കറേജ്, അനൂയിലിൻ്റെ ആൻറ്റിഗണി, ടെനിസി വില്യംസിൻ്റെ ഗ്ലാസ് മിനാജറി, സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, പിൻഡറുടെ ബർത്ത്ഡേ പാർട്ടി എന്നിങ്ങനെ സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന നാടകങ്ങൾ മലയാള നാടക ലോകത്തെ സ്വാധീനിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്തു. ഇബ്സന്റെ ഗോസ്റ്റ് എ ബാലകൃഷ്ണപിള്ള 1936 മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത്തരം വിവർത്തന കൃതികളിലൂടെ ലോക നാടക ആചാര്യന്മാരുടെ സ്വാധീനം നമ്മുടെ നാടകങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രത്യക്ഷമായും പരോക്ഷമായും ഭാവപരവും രൂപപരവുമായി മലയാള നാടക സാഹിത്യത്തെ പൂർണ്ണമായും സ്വാധീനിച്ച നാടകകൃത്ത് ഇബ്സനാണ്. മലയാളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ സ്വാധീനം കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. സുഘടിത നാടകം എന്ന സങ്കല്പം ഇബ്സന് മുൻപേ രൂപമെടുത്തിരുന്നുവെങ്കിലും അതിനു സാങ്കേതിക തത്വത്തിനപ്പുറമുള്ള അസ്തിത്വവും ആഴവും നൽകിയത് അദ്ദേഹമായിരുന്നു. മൂർധന്യത്തിൽ നാടകം ആരംഭിക്കുന്ന പ്രത്യേക സമ്പ്രദായം, പൂർവകഥാ പുനരാഖ്യാനത്തിൽ കാണിക്കുന്ന അത്യപൂർവമായ ശില്പഭംഗി, സംഘട്ടനത്തിന് നാടകഘടനയിൽ നൽകപ്പെട്ടിരിക്കുന്ന പരമപ്രാധാന്യം, കഥാപാത്രങ്ങളുടെ സംവിധാനത്തിൽ കാണിച്ചിരിക്കുന്ന മിതത്വവും ഔചിത്യവും, സംഭാഷണത്തിൻ്റെ തെളിച്ചം തുടങ്ങി രംഗസൂചനകളിലടക്കം വ്യാപിച്ചു കിടക്കുന്ന ധ്വനനശേഷി എന്നിവയെല്ലാം ഇബ്സന്റെ നാടകങ്ങളുടെ പ്രത്യേകതയാണ്. മലയാള നാടകകൃത്തുക്കളിൽ ശ്രദ്ധേയനായ CJ തോമസിൽ ഈ പാശ്ചാത്യ സ്വാധീനം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതികളിലും സ്വതന്ത്ര കൃതികളിലും ഈ സ്വാധീനം കാണാൻ കഴിയും. സമത്വവാദി. പുളിമാന പരമേശ്വരൻ പിള്ള.
യശശരീരനായ പുളിമാനയുടെ പ്രസിദ്ധീകൃതമായ ഒരേ ഒരു നാടകമാണ് സമത്വവാദി. കവിതകളിലൂടെയും കഥകളിലൂടെയും സ്വന്തം വ്യക്തിവൈഭവം വെളിപ്പെടുത്തിയ ആ പ്രതിഭാശാലി ഈ ഒരൊറ്റ നാടകം കൊണ്ട് മലയാള നാടകവേദിക്ക് അവിസ്മരണീയനായി തീർന്നു. ജീവിതത്തെയും കലയെയും നിർഭയം വിമർശിച്ച് വിനോദിച്ച സാഹസികനായിരുന്നു പുളിമാന. ഗായകൻ, നടൻ, കവി, കഥാകൃത്ത്, നാടകരചയിതാവ് തുടങ്ങിയ മേഖലകളിൽ വൈഭവം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം കാമുകി, മഴവില്ല് എന്നീ കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു. എക്സ്പ്രഷനിസം 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ ആരംഭിച്ച് പാശ്ചാത്യ നാടുകളിൽ പ്രബലമായി തീർന്ന ഒരു പ്രസ്ഥാനമാണ് എക്സ്പ്രഷനിസം. വസ്തുക്കളെയും സംഭവങ്ങളെയും വസ്തുനിഷ്ഠമായോ അവബോധനാത്മകമായോ അവതരിപ്പിക്കുന്നതിനു പകരം അനുഭവാത്മകമായി അവതരിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. മറ്റു കലാരൂപങ്ങളോടൊപ്പം സാഹിത്യത്തിലും ഇതിൻ്റെ സ്വാധീനം കാണാം. പാശ്ചാത്യ നാടക സാഹിത്യത്തിൽ യൂജിൻ ഓനിലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയുടെ പ്രയോക്താവ്. മനഃശാസ്ത്രപരമായ അവബോധത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് വഴി കഥാപാത്രങ്ങളുടെ ആന്തരരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നു. നമുക്കിനി സമത്വവാദി എന്ന നാടകം നോക്കാം. മലയാളത്തിലെ ആദ്യ എക്സ്പ്രഷനിസ്റ്റ് നാടകം എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ച സമത്വവാദി 1944 പ്രസിദ്ധീകൃതമാകുന്നത്. ഇബ്സന്റെ നാടകരീതി പോലും പൂർണ്ണമായി കടന്നു വന്നിട്ടില്ലാതിരുന്ന നമ്മുടെ നാടക സാഹിത്യത്തിൽ അദ്ദേഹത്തിനു ശേഷം യൂറോപ്പിലുണ്ടായ ചില ചലനങ്ങളെ ഉൾക്കൊള്ളാൻ നടത്തിയ മൗലികവും ധീരവുമായ പരീക്ഷണമായിരുന്നു സമത്വവാദി എന്ന് ജി ശങ്കരപ്പിള്ള മലയാള നാടക സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ മനസ്സിൻ്റെ അബോധതലങ്ങളെ ശ്രമകരമായി അവതരിപ്പിക്കുന്ന കലാസൃഷ്ടിയാണ് സമത്വവാദി. സമകാലിക സാമൂഹ്യ പ്രശ്നമാണ് പുളിമാന കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നാമെങ്കിലും അതിനേക്കാളേറെ മനഃശാസ്ത്രപരമായ അവബോധം ഈ കൃതി പ്രകടിപ്പിക്കുന്നു. സമത്വവാദിയുടെ രചനയ്ക്കു പിന്നിലുണ്ടായ ലക്ഷ്യത്തെ ഗ്രന്ഥകാരൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ഇതാണ് ഞാൻ ചെയ്തത്. ഈ അരിസ്റ്റോക്രസിയിലോ അതിനെ ഒരു പിടിമണ്ണു വാരി തറയിലിട്ട് ചികഞ്ഞു നോക്കും പോലെ ഉദാസീനമായി. പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ ഒന്ന് പരിശോധിച്ചു, അത്രയേയുള്ളൂ. വീർപ്പുമുട്ടിക്കുന്ന, ജീർണിച്ചു തുടങ്ങിയ ആ അരിസ്റ്റോക്രസിയുടെ അന്തരീക്ഷത്തെ എതിർക്കാനും നശിപ്പിക്കാനും മുന്നോട്ട് വരുന്ന പുരോഗമനേച്ഛ തന്നെയാണ് പുളിമാനയുടെ സമത്വവാദി. ഏതൊരു ഭാവാത്മക നാടകത്തിലും എന്നതുപോലെ ഇതിലും ഒന്നിലധികം തലങ്ങളുണ്ട്. അന്തരീക്ഷത്തിലും കഥാപാത്രങ്ങളിലും അവയിലൂടെ ഉരുത്തിരിയുന്ന അന്തിമ ലക്ഷ്യത്തിലും നമുക്ക് അത് കാണാൻ കഴിയും. ഈ നാടകത്തിലെ ഓരോ ഘടകങ്ങളും സ്വയം പൂർണ്ണമാണെന്നു മാത്രമല്ല, അവ മറ്റൊന്നിനെ ധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. 7 കഥാപാത്രങ്ങളാണ് സമത്വവാദിയിലുള്ളത്. ഒരു പ്രഭുമന്ദിരം, അതിൽ സർവാധികാരവുമുള്ള ഒരു പ്രഭു, അയാളുടെ 2 പെൺമക്കൾ, പ്രഭുവിൻ്റെ സഹോദരിയുടെ മകനായ സമത്വവാദി പാരമ്പര്യവാദിയായ മൂത്ത മകളുമായി സ്നേഹത്തിലാണ്. രണ്ടാമത്തെ മകൾ മറ്റൊരു പ്രഭുകുമാരനുമായി സ്നേഹത്തിലാണ്. കാമുകൻ എന്ന ഈ കഥാപാത്രം പ്രഭുത്വത്തിൻ്റെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നയാളാണ്. മൂത്ത മകളും സമത്വവാദിയും തമ്മിലുള്ള ബന്ധത്തെ നിരന്തരം പ്രഭു എതിർക്കുന്നു. ഈ കഥാപാത്രങ്ങളോടൊക്കെ ന്യായവാദം ഉന്നയിക്കുന്ന അവരെല്ലാം വികാരപരവശരാകുമ്പോൾ നിഷേധഹാസത്തിൻ്റെ സ്വരത്തിൽ അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് കുടുംബ സുഹൃത്തായ ബാരിസ്റ്റർ. തൻ്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്ന പ്രഭുവിനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനടിമയായ സമത്വവാദി വെടിവെച്ചു കൊല്ലുന്നു. പാരമ്പര്യ വിശ്വാസിയായി മൂത്ത മകൾ അച്ഛനോടുള്ള കടമ നിറവേറ്റാൻ സമത്വവാദിക്കെതിരായി കോടതിയിൽ സാക്ഷി പറയുന്നു. അതിനു പിന്നിൽ ഇളയ മകളുടെ പ്രേരണയായിരുന്നു. സമത്വവാദിക്ക് കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാത്തതിലുള്ള പ്രതികാരം ആ പ്രേരണയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. സമത്വവാദിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു.
കുടുംബ സുഹൃത്തായ ബാരിസ്റ്റർ മൂത്ത മകളെ അനുമോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചവനെ കൊലയ്ക്കു കൊടുത്തു. ഇളയ മകൾ തൻ്റെ സ്ത്രീത്വത്തെ മാനിക്കാൻ കഴിയാത്ത, പാരമ്പര്യത്തെയും നിയമങ്ങളെയും മറികടക്കാൻ കഴിയാത്ത, പൗരുഷ്യമില്ലാത്ത പ്രതിശ്രുത വരനെ ഉപേക്ഷിച്ച് ബാരിസ്റ്ററുടെ കൈപിടിച്ച് ഒരു പുതിയ ലോകത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു. അച്ഛൻ മരിച്ച രാത്രിയിൽ കമിതാവുമായുണ്ടായ ഭയവിഹ്വലമായ സമാഗമവേളയിൽ തൻ്റെ ഉദരം സ്വീകരിച്ച ചൈതന്യത്തെ കിനാവു കാണുന്ന നിത്യവിരഹിണിയായ മൂത്ത മകൾ, സമത്വവാദിയുടെ ആദർശങ്ങൾ പിറക്കാൻ പോകുന്ന മകനിൽ കാണുമെന്ന് അവൾ വിശ്വസിക്കുന്നു. പ്രഭുകുമാരനായ കാമുകൻ ഇപ്പോൾ മൂത്ത മകളുടെ ഭർത്താവാണ്. സമത്വവാദിയോടുള്ള ആരാധനയെ ഭർത്താവിനോട് അവൾ മറച്ചുവെക്കുന്നില്ല. ഇങ്ങനെയാണ് മൂത്ത മകളെ നാടകത്തിൻ്റെ അവസാനം കാണിക്കുന്നത്. സമത്വവാദിയും മൂത്ത മകളുമാണ് ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കഥാപാത്രങ്ങൾക്ക് പ്രഭു, മൂത്തമകൾ, സമത്വവാദി, ഇളയമകൾ, കാമുകൻ, ബാരിസ്റ്റർ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാമൂഹ്യാവസ്ഥയുടെ പ്രതീകങ്ങളായി അവ മാറുന്നു.